65-ാമത്തെ വയസ്സിൽ പരാജയപ്പെട്ട കുടുംബജീവിതവും പരാജയപ്പെട്ട ബിസിനസ്സും പരാജയപ്പെട്ട തത്വങ്ങളുമായിട്ട് ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ എല്ലാം കൂടെ തൂക്കി നോക്കിയപ്പോൾ തന്റെ പെൻഷൻ കാശ് ആകെ കിട്ടിയത് $100,000 മാത്രം. ഈ ചെക്കുമായിട്ട് ആത്മഹത്യയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് കരുതിക്കൊണ്ട് ആത്മഹത്യക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കാര്യം ഉദിച്ചു. എനിക്കുള്ളത് എന്താണ്? അദ്ദേഹത്തിനുള്ളത് നല്ല പാചകം മാത്രമാണ്. പാചകം നന്നായി ചെയ്യുവാൻ അറിയാം. എങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന $1 കൊണ്ട് അതുകൂടി ശ്രമിച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതി കുറച്ച് ചിക്കൻ റെസിപ്പി ഉണ്ടാക്കി തന്റെ ജീവിതത്തിൽ തനിക്ക് ജോലി സ്ഥലത്ത് നിന്ന് ലഭിച്ച അവസാനത്തെ ഫണ്ട്, പെൻഷൻ ലഭിച്ച ആ ചെക്ക് കൊണ്ടുപോയി പണയം വെച്ച് $70 എടുത്തിട്ട് അത് അദ്ദേഹം ചിക്കൻ റെസിപ്പി ഉണ്ടാക്കി 1100 കടകളിൽ കൊണ്ട് കൊടുത്തു, ഔട്ട്ലെറ്റുകളിൽ കൊണ്ട് കൊടുത്തു. എല്ലാവരും അത് റിജക്ട് ചെയ്തു. ഞങ്ങൾക്കിത് ആവശ്യമില്ലെന്ന് പറഞ്ഞു. അവസാനം ഒരു കടയിൽ കൊണ്ട് കൊടുത്തപ്പോൾ ആ ഹോട്ടൽ ഉടമ പറഞ്ഞു, ഇത് നിങ്ങൾ ഇവിടെ വെക്കുക, ഇത് വിറ്റ് പോവുകയാണെങ്കിൽ ഇതിന്റെ കാശ് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് അവിടെ വെച്ചിട്ട് പോയി. വൈകുന്നേരം അദ്ദേഹത്തിന് ഒരു കോൾ വന്നു, നിങ്ങളുടെ റെസിപ്പി എല്ലാം വിറ്റുപോയി, ഇനി അധികം ഓർഡറുകൾ ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, ഒത്തിരി ഓർഡറുകൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത അദ്ദേഹം കേൾക്കുവാനിടയായി. അദ്ദേഹം വളരെ തിടുക്കത്തോടുകൂടി അനേകം ചിക്കൻ പീസുകൾ ആ റെസിപ്പിയിൽ ഉണ്ടാക്കി വീണ്ടും അവിടെ കൊണ്ടുപോയി കൊടുത്തു. അത് വളരുവാൻ തുടങ്ങി. ആയിരക്കണക്കിന് ഔട്ട്ലെറ്റുകൾ, കെൻടക്കി ഫ്രൈഡ് ചിക്കൻ, KFC, ലോകത്തിൽ മൾട്ടി ബില്യൺസ് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ഉടമയുടെ കാര്യമാണ് ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞത്. എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിജയത്തിന് കാരണമായി മാറിയത്? അദ്ദേഹം മറ്റുള്ളവരുടെ ജീവിതമല്ല നോക്കിയത്, തന്റെ ജീവിതത്തിൽ എന്തുണ്ട് എന്ന് പരിശോധിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉള്ളത്? എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അത് വെച്ച് നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് അറിയുന്നത് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് വെച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്. ജീവിതം അവസാനിപ്പിക്കാനിരിക്കുന്ന ബിസിനസ്സുകാർ ശ്രദ്ധിക്കുക. ജീവിതം അവസാനിപ്പിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ചെറിയ പരാജയങ്ങൾക്ക് വേണ്ടി അവസാനിപ്പിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തോ ബാക്കിയുണ്ട്. എന്തോ ചെറിയൊരു കഴിവ് നിങ്ങൾക്ക് ബാക്കിയുണ്ട്. ആ കഴിവ് വെച്ച് നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ പോകുന്നു. വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്.